അൻസാരി സുഹരിയെ പോലെയുള്ള ചില മുസ്ലിയാക്കന്മാര് തന്നെ രംഗത്ത് വന്നുകൊണ്ട് പറഞ്ഞു, പല ആളുകളും ഇന്ന് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ പോലും കാരണമായിട്ടുള്ളത് ചിറ്റടിമീതൽ അബൂബക്കർ മുസ്ലിയാരെ പോലെയുള്ള ആളുകളുടെ പേരിൽ സമൂഹത്തിന്റെ മുന്നിൽ പുരോഹിതവർഗം പറഞ്ഞു വെച്ച കള്ളക്കഥകളും ഈ തോന്നിവാസങ്ങളും ഒക്കെ തന്നെയാണ് എന്ന് സാധുവായ ഉസ്താദിന്റെ മകൻ കൂടി അള്ളാഹുവിന്റെ മതത്തിന്റെ പുറത്തേക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ അടുത്ത കാലത്തായി സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ചിറ്റടിമീതൽ അബൂബക്കർ മുസ്ലിയാർ. സമസ്ത കുബൂരി പുരോഹിതന്മാർ ചിറ്റടിമീതൽ അബൂബക്കർ മുസ്ലിയാരുടെ പേരിൽ കറാമത്തിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ച കള്ളക്കഥകൾക്ക് കയ്യും കണക്കുമില്ല. സഹികെട്ട് ചില മുസ്ലിയാക്കന്മാർ പോലും രംഗത്ത് വന്നുകൊണ്ട് പറഞ്ഞു, യഥാർത്ഥ ഹക്ക് പറഞ്ഞു കൊടുക്കുക, ഈ കറാമത്തെ എന്ന പേരിൽ കള്ളക്കഥകൾ പറയുന്നത് നിർത്തിക്കൊണ്ട് ഈ ഇല്ലാ കഥകളും അത്ഭുത കഥകളും പറയാൻ വേണ്ടി ഉപയോഗിച്ചതിന്റെ 1000-ലൊരംശം ഖുർആനും ഹദീസും ഖുലഫാഉർ റാഷിദീങ്ങളുടെ ഇത്തിബാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും ആരിഫീങ്ങളും അമ്പിയാക്കളും ഔലിയാക്കളും കാണിച്ചു തന്ന യഥാർത്ഥ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തും പറയാൻ നമ്മൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇസ്ലാമിക സമൂഹത്തിൽ എത്ര മാറ്റമുണ്ടാകുമായിരുന്നു. അതേ കള്ളക്കറാമത്ത് പറയാൻ ഇവർ ഉപയോഗിച്ചതിന്റെ 1000-ലൊരംശം യഥാർത്ഥ ദീൻ എന്താണെന്ന്, യഥാർത്ഥ അഹ്ലുസുന്നയുടെ ആദർശം എന്താണ് എന്ന് സമൂഹത്തെ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ കാണുന്ന രീതിയിൽ സമൂഹം എത്തിപ്പെടില്ലായിരുന്നു. അൻസാരി സുഹരിയെ പോലെയുള്ള ചില മുസ്ലിയാക്കന്മാര് തന്നെ രംഗത്ത് വന്നുകൊണ്ട് പറഞ്ഞു, പല ആളുകളും ഇന്ന് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ പോലും കാരണമായിട്ടുള്ളത് ചിറ്റടിമീതൽ അബൂബക്കർ മുസ്ലിയാരെ പോലെയുള്ള ആളുകളുടെ പേരിൽ സമൂഹത്തിന്റെ മുന്നിൽ പുരോഹിതവർഗം പറഞ്ഞു വെച്ച കള്ളക്കഥകളും ഈ തോന്നിവാസങ്ങളും ഒക്കെ തന്നെയാണ് എന്ന്. സാധുവായ ഉസ്താദിന്റെ മകൻ കൂടി അള്ളാഹുവിന്റെ മതത്തിന്റെ പുറത്തേക്ക്. എന്തുകൊണ്ട് വിശേഷമൊക്കെ സുഖമാണോ? ഞാൻ ഷെരീഫ് മുസ്ലിയാരുടെ മോനാണ്. എന്നെ കുറച്ച് ദിവസം ഉസ്താദിനെ വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കണം, പക്ഷെ സദരക്കാണെന്ന് കരുതിയാണ് എന്നെ വിളിക്കായിരുന്നത്. ഞാൻ ആകപ്പാട് മാനസികമായിട്ട് വല്ലാത്തൊരു പ്രയാസത്തിലേക്ക് ഉള്ളത്. എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരണം. ഞാൻ നിസ്കാരമൊക്കെ കറക്റ്റായിട്ട് നിർവഹിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇപ്പോ കുറച്ചായിട്ട് ഏകദേശം ഒരു 6 ആഴ്ചയായിട്ട് ഞാൻ ജുമാക്ക് പോലും കറക്റ്റായിട്ട് പോയിട്ടില്ല. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കാരണം എന്താ വെച്ചാല് മനസ്സിൽ വല്ലാത്ത സംശയങ്ങൾ ഇങ്ങനെ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊക്കെ അറിയാലോ, ഈ CM മടവൂര് വലിയ മഹാനാണ്, നമുക്കൊക്കെ സംശയമൊന്നുമില്ല, വലിയ മഹാൻ തന്നെയാണ്. പക്ഷേ നമ്മുടെ സോഷ്യൽ മീഡിയയില് CM മടവൂരിനെ പറ്റി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അതിനെ ആളുകള് ഒരു പരിഹാസ കഥാപാത്രമായി മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്താണ് ഇതിന്റെയൊക്കെ സത്യാവസ്ഥ എന്നറിയാതെ ആകപ്പാട് വല്ലാത്തൊരു സംശയം മനസ്സിലുടലെടുത്തിരിക്കുകയാണ്. ഉപ്പാട കൈപിടിച്ച് സുബഹിയുടെ അവ്വൽ ജമാഅത്തിന് പങ്കെടുക്കുന്ന മോന 1000-ൽ പരം കുട്ടികൾക്ക് അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാമ പഠിപ്പിച്ചു കൊടുത്ത ഒരു മുസ്ലിയാരുടെ മകന്റെ അവസ്ഥയാണ്. അൻസാരി സുഹരി വഹാബിയാവുമോ, വഹാബിസ്റ്റിലേക്ക് പോകുമോ, നിങ്ങൾ എൻ്റെ കാര്യത്തിൽ നിങ്ങൾ ആരും ആശങ്കപ്പെടേണ്ട. വ്യാപകമായിട്ട് ചെറുപ്പക്കാരായ ആളുകൾ അള്ളാഹുവിന്റെ ദീൻ വിട്ട് മുറുത്തതാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. എന്തേ കാരണം? അതിന് ഹേതുവാകുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഈ ഹയവാനെ പോലുള്ളവന്മാരുടെ പ്രസംഗമാണ് എൻ്റെ പ്രധാനപ്പെട്ട ഈ ചെക്കന്മാരുടെ ഹൃദയത്തിൽ സംശയം ഉണ്ടാക്കുന്നത്. എന്നാലും ചോദിയേ, വിശുദ്ധമായ ഖുർആന്റെ നസ്സാണ് ഇബ്ലീസിനെ കുറിച്ച് പറഞ്ഞെന്താണ്? ആ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയെ വരെ മലക്കുകളുടെ വീണ്ടും നേതാവാക്കാനുള്ള കഴിവ് ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹ്ക്ക് ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഈ മക്കൾ മദ്രസ കാലം മുതൽ പഠിച്ച മക്കളുടെ മനസ്സിൽ എന്താണ് ഉണ്ടാകുക? വേണ്ടി വന്നാൽ ഇബിലീസും മടവൂരിൻ കൊടിയത് ചൂടും എന്ന പാട്ടുണ്ടല്ലോ. വേണമെങ്കിൽ അവനെയും പഴയതുപോലെ ആക്കും, മലക്കുകളുടെ ഗുരുവാക്കും എന്നൊക്കെ ഉണ്ടല്ലോ. അതേ സഹോദരങ്ങളെ, അതിനു മാത്രം ഇവർ സമൂഹത്തിന്റെ മുന്നിൽ പലതും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ചിറ്റടിമീതൽ അബൂബക്കർ മുസ്ലിയാർ ഞാൻ തന്നെയാണ് അല്ലാ, അനല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ചിട്ടില്ലേ? ചിറ്റടിമീതൽ അബൂബക്കർ മുസ്ലിയാർ അള്ളാഹു ആണെന്ന് തോന്നിപ്പോകുന്നു എന്ന് പറഞ്ഞു വെച്ചിട്ടില്ലേ? ചിറ്റടിമീതൽ അബൂബക്കർ മുസ്ലിയാരാണ് ലോകം മുഴുവനും നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞിട്ടില്ലേ? അന മുദബ്ബിറുൽ ആലം, അന കുതുബുൽ ആലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് സമൂഹത്തിന്റെ മുന്നിൽ ഈ പുരോഹിത വർഗം ചിറ്റടിമീതൽ അബൂബക്കർ മുസ്ലിയാരുടെ പേരിൽ പറഞ്ഞു വെച്ചിട്ടില്ലേ? അതുപോലെ തന്നെ ചിറ്റടിമീതൽ അബൂബക്കർ മുസ്ലിയാർ രോഗം മാറ്റിക്കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ലേ? കൂരിരുട്ടിലെ ഒരു വൃക്ഷത്തിന്റെ ഇലയെങ്ങാനും ഞെട്ടറ്റ് വീഴുകയാണെങ്കിൽ ചിറ്റടിമീതൽ അബൂബക്കർ മുസ്ലിയാർ അറിയുമെന്ന് പറഞ്ഞു വെച്ചിട്ടില്ലേ? ചിറ്റടിമീതൽ അബൂബക്കർ മുസ്ലിയാർ ആകാശത്തിലൂടെ പറക്കുന്ന പ്ലെയിനുകളെ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ലേ? റോഡിലൂടെ പോകുന്ന വാഹനങ്ങളെ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ലേ? അതുപോലെ തന്നെ മരിച്ചവരെ ജീവിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ലേ? അങ്ങനെ തുടങ്ങി സമൂഹത്തിന്റെ മുന്നിൽ പുരോഹിത വർഗം കറാമത്തിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് ചിറ്റടിമീതൽ അബൂബക്കർ മുസ്ലിയാരുടെ പേരിൽ പറഞ്ഞു വെച്ച കള്ളക്കഥകൾക്ക് കയ്യും കണക്കുമില്ല എന്നുള്ളതൊരു പച്ചപ്പര
പരമയാഥാർത്ഥ്യമാണ്. ഈ പുരോഹിത വർഗം ഇന്ന് പരസ്പരം പോരടിക്കുകയാണ് അതേ ചിറ്റടി മീത്തൽ അബൂബക്കർ മുസ്ലിയാരുടെ പേരിൽ. എന്തുകൊണ്ട് ചിറ്റടി മീത്തൽ അബൂബക്കർ മുസ്ലിയാർ വന്നുകൊണ്ട് ഈ പുരോഹിത വർഗത്തിന്റെ തമ്മിലടി നിർത്തിക്കാൻ പറ്റുന്നില്ല? ഈ പുരോഹിത വർഗത്തിന്റെ തമ്മിലടിക്ക് അവസാനം കണ്ടെത്താൻ കഴിയുന്നില്ല. സകലരുടെയും സകല പ്രയാസങ്ങളും നീക്കിക്കൊടുക്കുന്നത് ചിറ്റടി മീത്തൽ അബൂബക്കർ മുസ്ലിയാരാണെന്ന് സമൂഹത്തെ പഠിപ്പിച്ച പുരോഹിത വർഗം ഏത് പ്രയാസങ്ങൾക്കും ചിറ്റടി മീത്തൽ അബൂബക്കർ മുസ്ലിയാരെടുക്ക പരിഹാരമുണ്ട് എന്ന് പഠിപ്പിച്ച പുരോഹിത വർഗം അവർ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു എവിടെ വരെ എത്തി എന്ന് ചോദിച്ചാൽ ഷെയ്ഖുന മതി ഇൻഷാ അല്ലാഹ്. നമുക്ക് നമ്മളെല്ലാ കാര്യം വന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് പറഞ്ഞാൽ അതവിടെ ഫത്ഹാകാതിരിക്കുകയില്ല. എന്ത് കാര്യമായാലും വേണ്ടിയില്ല, സാമ്പത്തികമായാലും വേണ്ടിയില്ല, ശാരീരികമായാലും വേണ്ടിയില്ല, മാനസികമായാലും വേണ്ടിയില്ല, എന്ത് കാര്യവും ഇവിടെ വന്ന് പറഞ്ഞാൽ ഫത്ഹാകും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. എത്ര അനുഭവങ്ങൾ, എത്രയെത്ര അനുഭവങ്ങളാണ് ഈ മുസ്ലിയാക്കന്മാർക്കൊക്കെ ഉള്ളത്. പക്ഷേ ഇവരുടെ ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പലതും ഫതഹായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്തുകൊണ്ട് ഇവർ ചിറ്റടി മീത്തൽ അബൂബക്കർ മുസ്ലിയാരിൽ നിന്ന് തേടുന്നില്ല? എന്ത് പ്രയാസങ്ങൾക്കും എന്ത് പ്രതിസന്ധികൾക്കും പരിഹാരം ചിറ്റടി മീത്തൽ അബൂബക്കർ മുസ്ലിയാരിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ഏത് കാര്യം വന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാലും അതൊക്കെ ഫതഹാകാതിരിക്കില്ല എന്ന് സമൂഹത്തെ പഠിപ്പിക്കുമ്പോൾ അതേ ചിറ്റടി മീത്തൽ അബൂബക്കർ മുസ്ലിയാരുടെ കാര്യത്തിലടക്കം എന്തുകൊണ്ട് പുരോഹിതന്മാർ പരസ്പരം പോരടിക്കുമ്പോൾ അതിന് പരിഹാരം ചിറ്റടി മീത്തൽ അബൂബക്കർ മുസ്ലിയാരിൽ നിന്ന് ഇവർ തേടുന്നില്ല? ചിറ്റടി മീത്തൽ അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് സമൂഹത്തിന്റെ മുന്നിൽ ഈ പുരോഹിതന്മാർ പറഞ്ഞു വെച്ചത് എന്താണ്? ഈ മുസ്ലിയാക്കന്മാർ ഈ രീതിയിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ആയി പോകുമ്പോഴും ഇതൊക്കെ കണ്ടും കേട്ടും അറിഞ്ഞും കൊണ്ടേയിരിക്കുകയാണ് ചിറ്റടി മീത്തൽ അബൂബക്കർ മുസ്ലിയാരി എന്നാണല്ലോ സമൂഹത്തിന്റെ മുന്നിൽ ഈ പുരോഹിതന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അള്ളാഹു കാണുന്നത് പോലെ കാണാനും അള്ളാഹു അറിയുന്നത് പോലെ അറിയാനും അള്ളാഹു ഇടപെടുന്നത് പോലെ ഇടപെടാനും അള്ളാഹു സഹായിക്കുന്നത് പോലെ സഹായിക്കുവാനും ചിറ്റടി മീത്തൽ അബൂബക്കർ മുസ്ലിയാർക്ക് കഴിയുമെന്നാണല്ലോ ഇവർ ഈ സമൂഹത്തെ സ്റ്റേജിലൂടെയും പേജിലൂടെയും പഠിപ്പിച്ചു വെച്ചത്. സഹോദരന്മാരെ, ദിക്റിലും ഫിക്റിലുമായി ലയിച്ചങ്ങടുത്തപ്പോൾ ഷെയ്ഖുന നേടിയെടുത്ത പവറാണിത്. ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും ആ വിളി കേൾക്കാനുള്ള പവർ, ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും നൊടിയിട കൊണ്ട് അവരെ സഹായിക്കാനുള്ള കഴിവ്, വല്ല നിലത്തിനും എന്നെ വിളിപ്പോർപ്പ് വായുകൂട ഉത്തീരം ചെയ്യും ഞാനെന്നോവർ. എത്ര ദൂരത്ത് വെച്ച് വിളിച്ചാലും അള്ളാഹുവിന് കേൾക്കാൻ കഴിയും. ഏത് നിലക്കുള്ള സഹായം വേണമെങ്കിലും അള്ളാഹുവിന് എത്തിക്കാൻ കഴിയുമെങ്കിൽ ആ ഒരു റഹ്മാനിയത്തിന്റെ കഴിവ് നേടിയ ഔസുല്ലാദം തങ്ങൾക്ക് അതേ റഹ്മാനിയത്തിന്റെ പവർ നേടിയ ഷെയ്ഖുന മടവൂർ ഓർക്ക് കഴിയുകയാണ്, ഖാജാ തങ്ങൾക്ക് കഴിയുകയാണ്, മഹാന്മാർക്ക് കഴിയുകയാണ്. പക്ഷേ മുസ്ലിയാക്കന്മാർ ഈ സമൂഹത്തിന്റെ മുന്നിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്നിനു പിറകെ മറ്റൊന്നായി നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ പാവപ്പെട്ടവന്റെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്ത് പുരോഹിതവർഗം സമ്പത്ത് കൊള്ളയടിക്കുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അവരുടെ വിയർപ്പിന്റെ അസുഖമാണ് ഇവിടെ മാറിക്കൊണ്ടേയിരിക്കുന്നത് എന്ന് പാവപ്പെട്ട സാധാരണക്കാരായ ഇവരുടെ അനുയായികൾ മനസ്സിലാക്കാതെ പോയി എന്നുള്ളത് തന്നെയാണ് പുരോഹിതന്മാർ ഇന്ന് ഈ കാണുന്ന രൂപത്തിൽ കളവുകൾ പറയാൻ ഒരു മടിയുമില്ലാതെ സമൂഹത്തിന്റെ മുന്നിൽ വന്നുകൊണ്ടേയിരിക്കുന്നത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരടക്കമുള്ള ആളുകൾ കറാമത്തിന്റെ ലേബലിൽ CM മടവൂരിന്റെ പേരിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ദേ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ വിയർപ്പിന്റെ അസുഖം പോലും മാറ്റിക്കൊടുത്തത് ചിറ്റടി മീത്തൽ അബൂബക്കർ മുസ്ലിയാരാണെന്ന് പറഞ്ഞു വെച്ചിട്ടില്ലേ? അങ്ങനെ ഞാൻ വയത് പറഞ്ഞു. ഷെയ്ഖുന അത് കേട്ട് അവിടെ ഇരുന്ന് പോയില്ല. 2 മണിക്കൂറിലധികം ഞാൻ വയത് പറഞ്ഞു. അന്ന് വയത് പറയുമ്പോൾ എനിക്ക് വല്ലാത്ത വിയർപ്പാണ്. വല്ലാത്ത വിയർപ്പ് എന്ന് പറഞ്ഞാൽ കുപ്പായം ഒക്കെ നനഞ്ഞ് ഇങ്ങനെ പിഴിഞ്ഞാൽ വിയർപ്പ് ഇങ്ങനെ പിഴിഞ്ഞാൽ വെള്ളം പിഴിയുന്ന പോലെ വരും. അതുകൊണ്ട് ഞാൻ തലയെക്കെട്ട് കെട്ടി ദുആ കഴിഞ്ഞാൽ തലയെക്കെട്ടെടുത്ത് മേശപ്പുറത്ത് വെക്കും. എന്നിട്ടാണ് വയത് പറയുക. ഇങ്ങനെ വയത് കഴിഞ്ഞതിന് ശേഷം എന്നെ ഒരു മൂലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇതെന്തിനാ തലയെക്കെട്ട് എടുത്തു വെച്ചാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ കണ്ടില്ലേ എൻ്റെ കുപ്പായൊക്കെ നനഞ്ഞിട്ട് വിയർപ്പ് ഇങ്ങനെ വലിക്കുന്നുണ്ടല്ലോ, ഈ വിയർപ്പുള്ള ഞാൻ തലയെക്കെട്ട് കെട്ടിക്കൊണ്ട് വയത് പറഞ്ഞാൽ പിറ്റേ ദിവസം എനിക്ക് കൂച്ചെടുത്തിട്ട് വയത് പറയാൻ കഴിയൂല, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞ വാക്കിൻ്റെ ഗൗരവം, നാളെ മുതൽ നിങ്ങൾക്ക് ആ രോഗം ഇല്ല. ഒരൊറ്റപ്പുറത്തിനൊക്കെ പറയും അള്ളാഹു ശിവയാക്കട്ടെന്നോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട്
മാറിക്കൊള്ളുന്നൊന്നുമല്ല. നാളെ മുതൽ ആ വിയർപ്പിൻ്റെ രോഗമല്ല. അവിടെ നാളെ മുതൽ തലയിൽ കെട്ടാണ്ട് അത് പറയണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് മുതൽ എൻ്റെ ആരോഗ്യം ഞാൻ കണ്ടിട്ടില്ല. ശരീരമൊട്ടാകെ വിയർത്ത് കുളിച്ച് പറയാൻ കഴിയാതെ ആവുന്ന അവസ്ഥ ഉണ്ടായിരുന്നത്. പിന്നെ എനിക്കത് കണ്ടിട്ടില്ല. നാളെ മുതൽ അതില്ല എന്നാണ് പറഞ്ഞത്. അന്ന് മുതൽ ഇന്ന് വരെ പിന്നീട് ആ രോഗം ഉണ്ടായിട്ടില്ല. പിന്നെ വേറെ പല അനുഭവങ്ങളുണ്ട്, അതിപ്പോൾ ഞാൻ പറയുന്നില്ല. ഈ പറഞ്ഞതിനൊക്കെ വേറൊരു അർത്ഥം കൂടിയുണ്ട് എന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ നാം മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഈ പുരോഹിതന്മാരുടെ വിയർപ്പിന്റെ അസുഖം തന്നെയാണ് ഈ രീതിയിൽ സമൂഹത്തിന്റെ മുന്നിൽ കറാമത്തിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് കള്ളക്കഥകൾ പറഞ്ഞും ജാറ വ്യവസായ കേന്ദ്രങ്ങൾ ഉണ്ടാക്കിയും ഓൺലൈനിലൂടെയും ഓഫ്ലൈനിലൂടെയും ആത്മീയ മജ്‌ലിസുകൾ ഉണ്ടാക്കി പാമര ജനതയെ നിരന്തരം പറ്റിച്ചുകൊണ്ടേയിരിക്കുന്നത്. സമൂഹം അത് തിരിച്ചറിയണം. എന്നാൽ ഈ രീതിയിൽ സമൂഹത്തിന്റെ മുന്നിൽ ശിർക്കും കുഫറും പ്രചരിപ്പിക്കുന്ന പുരോഹിതന്മാർക്കെതിരെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ സംസാരിക്കുമ്പോൾ അവരൊക്കെ വഹാബികളാണ് എന്നും വഹാബികളുമായി ഒരു രീതിയിലുള്ള ബന്ധവും പാടില്ല എന്നും സ്വന്തം മകനാണ് വഹാബിയെങ്കിൽ അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്നും സ്വന്തം ഉപ്പയാണ് വഹാബിയെങ്കിൽ അവരുമായി ബന്ധം ഒഴിവാക്കണമെന്നും അങ്ങനെ തുടങ്ങി സമൂഹത്തിന്റെ മുന്നിൽ പുരോഹിതന്മാർ പറഞ്ഞു ഒരു ബസ്സിലെങ്ങാനും ഒരു വഹാബിയുണ്ട് എങ്കിൽ ആ ബസ്സിൽ പോലും കയറരുത് എന്നും അവന്റെ ശരീരത്തിൽ തട്ടിയ കാറ്റ് നിങ്ങളുടെ ശരീരത്തിൽ തട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പിഴച്ചു പോകാൻ വരെ സാധ്യതയുണ്ട് എന്ന് വരെ പുരോഹിതന്മാർ സമൂഹത്തെ പറഞ്ഞു പേടിപ്പിക്കുകയാണ് ഉണ്ടായത്. എന്നിട്ടോ ഉളുപ്പില്ലാത്ത പുരോഹിതന്മാർ ഹജ്ജിനും ഉംറക്കും പോയി കഴിഞ്ഞാൽ ഇത്തരം വഹാബികളുടെ പിന്നിൽ തന്നെ പോയി തുടർന്ന് നിസ്കരിക്കുകയും നാണമില്ലാതെ അവർ മദ്ഹബ് വേറെയാണ് എന്നുള്ള വാദമാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അവർ പറയുന്ന അഖീദ തന്നെയാണ് കേരളത്തിലെ സലഫികളും പറയുന്നത്. മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ, അവരെ വിളിച്ച് ഇസ്തിഗാസ നടത്തുക എന്ന് പറഞ്ഞാൽ, അവരെല്ലാം കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, അവരെല്ലാം കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, അവരെല്ലാം അറിയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, അവർ നമ്മളെ സഹായിക്കുമെന്ന് പറഞ്ഞാൽ, അവർ നമ്മിൽ ഇടപെടുമെന്ന് പറഞ്ഞാൽ, മഹാന്മാർ അവരുടെ ജീവിത മരണ വ്യത്യാസമില്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും അവർ കേൾക്കും, ഉത്തരം ചെയ്യുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പച്ച ശിർക്കും കുഫറും തന്നെയാണ് എന്ന് സമൂഹത്തെ പഠിപ്പിക്കുമ്പോൾ, അതിന് പ്രമാണങ്ങൾ ഉദ്ധരിക്കുമ്പോൾ, അതിന് കിതാബുകൾ ഉദ്ധരിക്കുമ്പോൾ, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുടെ ഇബാറത്തുകൾ വായിക്കുമ്പോൾ പുരോഹിതന്മാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അവർ കണ്ടെത്തിയ മാർഗമാണ് അവർ വഹാബികളാണ്, ഡേഞ്ചറുകളാണ് എന്നുള്ള വാദം ഉന്നയിക്കുക. വഹാബികളുമായി അവർ ഒരു രീതിയിലും ബന്ധപ്പെടാൻ വേണ്ടി പാടില്ല, അവരുമായി പൂർണ്ണമായും അകന്നു നിൽക്കണം ഈ പാമര ജനങ്ങൾ. അതിനുവേണ്ടിയാണ് പുരോഹിതവർഗം സമൂഹത്തെ ഈ രീതിയിൽ പറഞ്ഞു പറ്റിച്ചത്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിച്ച് പുരോഹിതന്മാർ അവരുടെ ഉദരപൂരണം ഭദ്രമാക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് വിലങ്ങുതടിയായി നിൽക്കുന്ന സെൽഫികൾക്കെതിരെ അവർ നിരന്തരം ആരോപണം ഉന്നയിച്ചു എന്ന് മാത്രമല്ല, അവരുമായി ഒരു രീതിയിലും നിങ്ങൾ ബന്ധപ്പെടാൻ പാടില്ല എന്ന് സമൂഹത്തെ അവർ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇന്ന് പുരോഹിതവർഗം ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരുടെ പേരിൽ തന്നെ ഛിന്ന ഭിന്നമായിരിക്കുകയാണ്. ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരുടെ പേരിൽ സമൂഹത്തിന്റെ മുന്നിൽ പുരോഹിതന്മാർ പറഞ്ഞു വെച്ച പല വാദങ്ങളും കുഫ്റാണ് എന്നും ഷിർക്കാണ് എന്നും അത്തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിക്കരുത് എന്നും പുരോഹിതന്മാരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ചില ആളുകൾ പറയുമ്പോൾ അവരുടെ പേരിലും സെൽഫികൾക്ക് നേരെ പറഞ്ഞ അതേ ആരോപണങ്ങളുമായി പുരോഹിതവർഗം വരികയാണ്. അവർ വഹാബികളാണ് എന്നും അവർ പിഴച്ചവരാണ് എന്നും പിഴപ്പിക്കുന്നവരാണ് എന്നും ദജ്ജാലുകളാണ് എന്നും അങ്ങനെ തുടങ്ങി എന്തൊക്കെ അവരുടെ വായിൽ നിന്ന് വരുന്നുണ്ടോ അതൊക്കെ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെക്കുകയാണ് പുരോഹിതന്മാർ. അതിനൊക്കെ കാരണം എന്താണ്? ഈ പുരോഹിതന്മാർ കാലമത്രയും പറഞ്ഞു വെച്ച ശിർക്കും കുഫറും കലർന്ന ആദർശത്തിനെതിരെ പുരോഹിതന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ചില ആളുകൾ രംഗത്ത് വന്നുകൊണ്ട് സംസാരിക്കുന്നു എന്നുള്ളതാണ്. ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വഹാബികളുമായി ബന്ധം പാടില്ല എന്ന് പറയാൻ വേണ്ടി അവർ പറഞ്ഞു വെച്ചത് എന്തൊക്കെയാണ്? പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയുടെ ഉപ്പാക്ക് സുഖമില്ലാത്ത സമയത്ത് ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി പോയി. ആ ഡോക്ടർ വഹാബിയാണ് എന്ന് പിന്നീട് CM മടവൂരിനടുക്ക പോയി പറഞ്ഞപ്പോൾ ആ ഡോക്ടർ ഇനി ചികിത്സിക്കണ്ട എന്ന് പറഞ്ഞു. ഒരു മുസ്ലിമിന്റെ പേര് പറഞ്ഞപ്പോൾ അവൻ വഹാബിയാണ്, അവൻ കാഫിറാണ് എന്നൊക്കെ ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞിട്ടുണ്ട് എന്നൊരു പുരോഹിതൻ തട്ടിവിടുന്ന ഒരു രംഗം. പേരോട് ഉസ്താദ് ഉപ്പാക്ക് സുഖമില്ലെന്ന് പറഞ്ഞു മഹാനായ ശൈഖുന ഖുതുബുൽ ആലമിന്റെ അടുക്കൽ വന്നപ്പോ കാഫിർ ചികിത്സിക്കണ്ടെന്നാണ് മറുപടി പറഞ്ഞത്. ഒരു മുസ്ലിമിന്റെ പേര്, ഡോക്ടറുടെ പേര് പറഞ്ഞപ്പോൾ ശൈഖുന പറയുകയാണ് അവൻ വഹാബിയാണ്, അവൻ മൂമിനല്ല കാഫിറാണ്. ഇയാളുടെ നാവിന്റെ പ്രസ്താവനയോ? പുരോഹിതന്മാർ സെൽഫികളുമായി ഇങ്ങനെ സാധാരണക്കാർ അടുക്കരുത് എന്നുള്ളത് കൊണ്ട് അവർ പറഞ്ഞു വെച്ച ഇത്തരത്തിലുള്ള കഥകൾ ഒരുപാടുണ്ട്. ഒരു പെണ്ണ് മുരീദ് ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരെ കാണാൻ പോകുമ്പോൾ അയാൾക്ക് ഇഷ്ടമുള്ള മുന്തിരി വാങ്ങിപ്പോയി. അവിടെ ചെന്നെത്തിയപ്പോൾ ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാർ ചോദിക്കുകയാണത്രേ. ഒരു പ്രാവശ്യം പിന്നെ ഞാൻ പോയപ്പോൾ അവിടെ വഹാബിയുടെ കടയിൽ നിന്ന് വാങ്ങിയ ഒരു മുന്തിരി കൊണ്ട് ഒരു പെണ്ണുങ്ങൾ വന്നു. വഹാബിയുടെ കടയിൽ നിന്ന് വാങ്ങി മുന്തിരി കൊണ്ട് വന്നു. ബനാത്തി മുന്തിരി വലിയ ഇഷ്ടമാണ് ശേഖുനാക്ക്. ബനാത്തി മുന്തിരി എന്ന് പറഞ്ഞാൽ കുരുവില്ലാത്ത മുന്തിരി ഉണ്ട്. അപ്പോൾ വഹാബിയുടെ കടയിൽ നിന്നാണ് വാങ്ങിയത്, കൊണ്ടുപോയിക്കോ എന്ന് ശേഖുന ഞാൻ കേട്ടതാണ്, കണ്ടതാണ്. പത്രത്തോളം വഹാബികളോട് കടുത്ത എങ്ങനെ പറഞ്ഞത്? വഹാബിയുടെ കടയിൽ നിന്ന് ആണോ വാങ്ങിച്ചു കൊണ്ടുവന്നത്?
കൊണ്ടുപോയിക്കോ. ഇത് വഹാബിയുടെ കടയിൽ നിന്ന് വാങ്ങിയതല്ലേ, അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന്. അതായത് വഹാബികളുടെ കടയിൽ പോലും പോകരുത്, വഹാബിയായ ഡോക്ടറുടെ അടുത്തേക്കും പോകരുത്, ഒരു വഹാബിയായ അധ്യാപകന്റെ അടുത്തേക്ക് നിങ്ങൾ പോകരുത്. അങ്ങനെ തുടങ്ങി ഒരു വഹാബിയുമായി നിങ്ങൾ ഒരു നിലക്കും ബന്ധപ്പെടാൻ പാടില്ല എന്നുള്ള ഒരു മെസ്സേജാണ് പുരോഹിതന്മാർ ഇത്തരം കള്ളക്കഥകൾ പറഞ്ഞുകൊണ്ട് സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നത്. അതിന് കാരണം എന്താണ്? വഹാബികളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ പുരോഹിതന്മാർ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെക്കുന്ന കള്ളക്കഥകൾ ഒന്നിനു പിറകെ മറ്റൊന്നായി തകർന്ന് തരിപ്പണമാകും. പുരോഹിതന്മാർക്ക് സമൂഹത്തെ വഞ്ചിക്കാൻ കഴിയില്ല. സലഫി പ്രബോധകർ സമൂഹത്തിന് യഥാർത്ഥ ഹക്ക് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതിനെ തടയിടാൻ വേണ്ടി പുരോഹിതന്മാർ ആവുന്ന പണികൾ മൊത്തം നോക്കി, പക്ഷെ ഒന്നും തന്നെ നടക്കുന്നില്ല. അപ്പോൾ അവർ കണ്ടെത്തിയ അടവായിരുന്നു ഇതൊക്കെ. അതാണ് നമ്മൾ ഇന്നും കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അൻസാരി സുഹരിയെ വഹാബിയാക്കിക്കൊണ്ട്, പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ വഹാബിയാക്കിക്കൊണ്ട്, അതുപോലെ തന്നെയുള്ള മുസ്ലിയാക്കന്മാരെയൊക്കെ വഹാബികളാക്കിക്കൊണ്ട് പല ആളുകളും ഇന്ന് രംഗത്ത് വന്നത് അന്നിവരുടെ തലതൊട്ടപ്പന്മാരിൽ നിന്ന് അവർ കേട്ട് മനസ്സിലാക്കിയ ഒരു തന്ത്രം ഇന്ന് അവർ വീണ്ടും പയറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. അതാണ് നാം കണ്ടുകൊണ്ടേയിരിക്കുന്നത്. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കുക, ഈ പുരോഹിതന്മാർ നിങ്ങളെ ചതിക്കുകയാണ്, വഞ്ചിക്കുകയാണ്. കറാമത്തിന്റെ പേരും പറഞ്ഞ് ഇല്ലാ കഥകൾ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ച് ഇസ്ലാമിന് തീർത്തും വിരുദ്ധമായ ആശയങ്ങൾ സമൂഹത്തെ പഠിപ്പിക്കുക വഴി പുരോഹിതന്മാർ പാമര ജനതയുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതിലൂടെ ഷിർക്കിലേക്കും കുഫ്രിലേക്കും സമൂഹത്തെ തള്ളിവിടുകയാണ് ചെയ്യുന്നത്. അവരുടെ ഉദ്ദേശം സമ്പത്ത് മാത്രമാണ്. എങ്ങനെയൊക്കെ സമ്പാദിക്കാം, എങ്ങനെയൊക്കെ ജനങ്ങളെ വഞ്ചിക്കാം. ഈ പുരോഹിതന്മാരിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് പല ആളുകളും ഇന്ന് ഓൺലൈനിലൂടെയും ഓഫ്ലൈനിലൂടെയും ആത്മീയ തട്ടിപ്പുകൾ നടത്തുന്നത്. അവർ അതിന് മുമ്പിൽ കൊണ്ടുവെക്കുന്ന എന്താണ്? ഞങ്ങൾ കുറെ പാവങ്ങളെ സഹായിക്കുന്നില്ലേ, എത്തീമക്കളെ കെട്ടിക്കുന്നില്ലേ, അങ്ങനെ തുടങ്ങിയുള്ള പല കാര്യങ്ങളുമാണ് കൊണ്ടുവരുന്നത്. പക്ഷെ അതിന്റെ മറവിൽ നടക്കുന്നത് എന്താണ്? പാമര ജനതയുടെ പണം കൊള്ളയടിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ്. ഇന്ന് മജ്ലിസിലേക്ക് നേർച്ചയാക്കി കഴിഞ്ഞാൽ, ഇന്ന് സ്വലാത്ത് നഗറിലേക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന ബർക്കത്തുകൾ ഉണ്ടാകും, ഇന്ന പുണ്യങ്ങൾ ഉണ്ടാകും, ഇന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി പറ്റും എന്ന രീതിയിലുള്ള മെസ്സേജുകൾ പാസ് ചെയ്യുമ്പോൾ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾ അതൊക്കെ വിശ്വസിക്കുകയാണ്. അങ്ങനെ അവർ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് കൊണ്ടുപോയി പുരോഹിതന്മാരുടെ കാലിൽ കൊണ്ടുപോയി വെക്കുകയാണ്. അങ്ങനെയാണ് നാറ്റക്കോയ വന്നത്. ഇപ്പോൾ വേറൊരു മുസ്ലിയാരും കൂടി വന്നിട്ടുണ്ട്. അങ്ങനെയാണ് അറിവിൻ നിലാവ് വന്നത്. അങ്ങനെയാണ് മദനിയം സലാത്ത് വന്നത്. അങ്ങനെയാണ് കാന്തപുരം അടക്കമുള്ള മുസ്ലിയാക്കന്മാർ സമൂഹത്തെ വഞ്ചിച്ചു കൊണ്ടേയിരിക്കുന്നത്. നാം അത് തിരിച്ചറിയുക. ഈ പുരോഹിതന്മാർ സമൂഹത്തെ വഞ്ചിക്കുകയാണ്. ഈ പുരോഹിതന്മാർ സമൂഹത്തെ ചൂഷണം ചെയ്യുകയാണ്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. യഥാർത്ഥ ദീൻ എന്താണെന്ന് പഠിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.